ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയുടെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാവുന്നതാണ്. ഇനി ഏത്തപ്പഴം നല്ലൊരു ഗോൾഡൻ കളറായി വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ നേർത്ത വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്, അധികം കട്ടിയില്ലാത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ അവൽ കൂടി ചേർത്തിട്ട് നല്ല പോലെ പഴത്തിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് റോസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പോലെ പഴവും അവലും കൂടി ഒന്ന് മിക്സായി വന്നാൽ മതിയാകും. ഇപ്പോൾ ദാ രണ്ടും നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ശർക്കരപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതിയാകും. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതുപോലെ പഴം ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഴം ഒന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിന് മതിയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടാൽ മതിയാകും. ഇപ്പം ഞാൻ പഴം ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നട്ട്സ് പൊടിച്ചതും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ കാഷ്നട്ടും ബദാമും പിസ്തായും കൂടി ഒന്ന് കുത്തിപ്പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 ഏലക്കായുടെ കുരു മാത്രം എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു പകുതി പഴം കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ പഴം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി, ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കളറിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലോട്ടിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ദോശ ബാറ്ററിൻ്റെ പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് നമുക്കിതിന് വേണ്ടിയത്. നിങ്ങൾക്ക് അരച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതിലും കുറച്ച് മാത്രം. ഇനി അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരം കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എള്ളോ കരിഞ്ജീരകമോ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലുള്ള ബാറ്ററാക്കി നമുക്ക് റെഡിയാക്കി ഒന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. ഇതുപോലെ കൈവച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെറുതെ കയ്യിലെടുത്ത് ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാവുന്നതാണ്. ഞാൻ എളുപ്പത്തിൽ ഇതുപോലെ ബോൾസ് ആക്കിയാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് മുഴുവനും ഒന്ന് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ അത് മുഴുവനും ഒന്ന് ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഓരോ ബോൾസും നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ ഇതുപോലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നല്ല പോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് 3 ഇട്ട് കൊടുത്തതുകൊണ്ട് 3 അങ്ങ് ഒട്ടിപ്പിടിച്ചു പോയി. നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്ത് ഒന്നായതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇപ്പോൾ ഇത് എണ്ണയിൽ തന്നെ വേർപിടിച്ചെടുക്കരുത്. നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം തണുത്തിട്ട് നമുക്കൊന്ന് വേർപെടുത്തി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എണ്ണയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ അതിൻ്റെ ഉള്ളിലോട്ട് എണ്ണ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അതിനുശേഷം അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമായിട്ടാണ് ഇട്ട് കൊടുത്തത്. ഞാനിപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന ഈ ബാറ്റർ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ബാക്കി വന്നത് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അതിലോട്ട് 1/4 കപ്പ് റവയും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് ഈ എണ്ണയിലോട്ട് കോരി ഒഴിച്ചു കൊടുത്ത് നെയ്യപ്പം പോലെ ചുട്ടടിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കും ബാറ്റർ ബാക്കി വന്നാൽ അതുപോലെ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് അതും കഴിക്കാനായിട്ട്.
ഇപ്പോൾ ഇതാ നമ്മുടെ ഓരോ ബോൾസും ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചെറിയ ചൂടുണ്ട്, ഒത്തിരി അങ്ങ് തണുത്തിട്ടില്ല. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ബാക്കി വന്ന ബാറ്ററിൽ ഞാൻ പറഞ്ഞ പോലെ നെയ്യപ്പം കൂടി ചുട്ട് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്